സ്ത്രീകൾക്ക് മാത്രം 100% ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്ന് കരുതി പുരുഷന്മാർക്ക് അത് ഉപകാരപ്പെടില്ല എന്നുള്ളതല്ല. പുരുഷന്മാർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു അറിവായിട്ട് ഉപകാരപ്പെടുത്താം. എന്നാൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി ഈ വീഡിയോയുടെ 2 ഭാഗം നാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആയിട്ട് 3ാമത്തെ ഭാഗമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. സോ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള കാര്യം പറയുന്നതിന് മുമ്പ് ഏവർക്കും ഡ്രഗ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനലിനകത്ത് എൻ്റെ കയ്യിലുള്ള ഈ പ്രൊഡക്റ്റായിട്ടുള്ള കാൻഡിഡ് V6 ഇത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ 2 മറ്റു മെഡിസിൻ കൂടി അവൈലബിൾ ആണ്. അതായത് കാൻഡിഡ് V1, V3, V6. അതായത് കാൻഡിഡ് V1 എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം ഉപകാരപ്പെടുന്ന ഒരു മെഡിസിനും, V3 എന്ന് പറയുമ്പോൾ 3 ദിവസം ഉപയോഗിക്കേണ്ട ഒരു മെഡിസിനും, V6 എന്ന് പറയുമ്പോൾ 6 ദിവസം ഉപയോഗിക്കേണ്ട ഒരു മെഡിസിനും കൂടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാൻഡിഡ് V6 ER എന്ന് പറയുമ്പോൾ എക്സ്റ്റൻഡ് റിലീസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ സ്ട്രെങ്ത് 100 mg ആണ്. സോ നമുക്ക് ഡീപ്പായിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂലോട്ട് തന്നെ പോവാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആവർത്തിച്ച് പറയുന്നു, ഈ പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. മാത്രമല്ല 100% ഒരു ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെയോ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും പാടുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഫാർമസിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് ഫാർമസിസ്റ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഡ്വൈസ് സ്വീകരിച്ച ശേഷം, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് മസ്റ്റായിട്ടും ഇത് ഈ മെഡിസിൻ ഉപകാരപ്പെടുന്നവർക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമേ ഈ മെഡിസിൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ കാൻഡിഡ് V6 എന്നുള്ള ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷനാണ്. ഇത് നമ്മൾ ഇൻസർട്ട് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. എവിടെ ഇൻസർട്ട് ചെയ്യണം എന്നുള്ളത് വീഡിയോയുടെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ പറയുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ പ്രോഡക്റ്റ് എവിടെയാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് തന്നെ നോക്കാം. ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ഇന്ത്യയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വളരെ വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ കീഴിലാണ് ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഈ മെഡിസിനകത്ത് അടങ്ങിയിട്ടുള്ള കോമ്പോസിഷൻ, അതായത് എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത് അടങ്ങിയുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞു, കാൻഡിഡ് V1 ആണെങ്കിലും V3 ആണെങ്കിലും V6 ആണെങ്കിലും അതിനകത്ത് അടങ്ങിയിട്ടുള്ള കോമ്പോസിഷൻ എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ V6 അടങ്ങിയിട്ടുള്ളത് ക്ലോട്രിമസോൾ 100 mg ആണ്. അത് 100 mg ആണ്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാൻഡിഡ് V1 എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ട മെഡിസിനകത്ത് 500 mg, V3 എന്ന് പറയുമ്പോൾ അതിനകത്ത് 200 mg, അതോടൊപ്പം തന്നെ കാൻഡിഡ് V6 എന്ന് പറയുമ്പോൾ അതിനകത്ത് 100 mg ഇതിൻ്റെ സ്ട്രെങ്ത് അടങ്ങിയിട്ടുള്ളത്. അതായത് ക്ലോറിമസോൾ 100 mg ആണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഓവറായിട്ടുള്ള വ്യൂ നോക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ യൂസസും അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോവാം. ഈ പ്രോഡക്റ്റ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്ത്രീകളിൽ അവരുടെ യോനിക്കകത്ത് വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണിത്. അതായത് സ്ത്രീകളുടെ വജൈനക്കകത്ത് അല്ലെങ്കിൽ യോനിക്കകത്ത് പല കാരണത്താൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ ബന്ധപ്പെടുന്ന സമയത്തായിട്ടോ ഇല്ലെങ്കിൽ അമിതമായിട്ടുള്ള മെൻസ്ട്രൽ പ്രോബ്ലം വന്നത് കാരണത്താലോ ഒരുപക്ഷെ അവരുടെ യോനിക്കകത്ത് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാൻ കാരണം ആവാറുണ്ട്. മാത്രമല്ല വൃത്തിയില്ലായ്മ കാരണത്താലും അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ബിക്കിനി ഇന്നർ ഡ്രസ്സുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ഫംഗലും ഇൻഫെക്ഷനും അകത്ത് വരാനും കാരണമാവാറുണ്ട്. മാത്രമല്ല ഈ പീരീഡ് സമയത്തെല്ലാം അല്ലെങ്കിൽ മെൻസ്ട്രൽ സമയത്തെല്ലാം ഉപയോഗിക്കുന്ന പാഡ് നമ്മുടെ ഡയപ്പർ പോലുള്ള പാഡുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും സ്വാഭാവികമായിട്ടും ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം അകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വന്നതിനെ തടയാൻ വേണ്ടിയിട്ടുമാണ് ഈ ക്ലോട്രിമസോൾ 100 mg അല്ലെങ്കിൽ കാൻഡിഡ് V6 100 mg എന്നുള്ള ഈ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു കാര്യം കൂടി തന്നെ പറഞ്ഞു പോകാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് ഉപകാരപ്പെടുള്ളൂ. അതായത് ഈ പ്രോഡക്റ്റ് നമ്മൾ ഇൻസർട്ട് ചെയ്യുക, അതായത് യോനിക്കകത്താണ് ഇൻസർട്ട് ചെയ്യുക. അത് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു സ്പാച്ചുല, വീഡിയോയുടെ ടാബ്ലറ്റിൻ്റെ ബിഹൈൻഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു സ്പാച്ചുല ഉണ്ട്. ആ സ്പാച്ചുലയിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ വജൈനക്കകത്ത് ഇൻസർട്ട് ചെയ്യുക ഈ പ്രോഡക്റ്റ്, ഈ ടാബ്ലറ്റ്. 6 ടാബ്ലറ്റ് ഉണ്ട്. അത് ഡെയിലി രാത്രിയിൽ ഒരെണ്ണം വെച്ചിട്ടാണ് ഇൻസർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ഈ ടാബ്ലറ്റ് ഇൻസർട്ട് ചെയ്യുമ്പോൾ, യോനിക്കകത്ത് ഇൻസർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ക്ലോട്രിമസോൾ ഫംഗസിനെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫംഗിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉപകാരപ്പെടുന്നത്. അതായത് ഫംഗസിൻ്റെ സെൽ മെംബ്രെയിൻ, ഒരു ഫംഗസ് ആണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയ ആണെങ്കിലും അതിൻ്റെ ഔട്ടർ സെൽ മെംബ്രെയിനെ ഡിസ്ട്രോയ് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോസസ്സ്. ആ പ്രോസസ്സിലൂടെയാണ് ഈ ഫംഗസ് ഡെത്താവുകയും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോവുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള ആ ഫംഗൽ ഇൻഫെക്ഷൻ ഇല്ലാതാവുകയും ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഇത് നെക്സ്റ്റ് പോയിന്റ് തന്നെ പറയാം. ഇത് ഏത് രീതിയിലുള്ള ആൾക്കാർക്കാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ഫംഗൽ ഇൻഫെക്ഷനുള്ള ആൾക്കാർക്കാണ് ഉപകാരപ്പെടുക. എന്നാൽ ഏത് രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, ഇത് ഒരുപക്ഷെ ചില സ്ത്രീകളിൽ അവർക്ക് യോനിക്കകത്ത് ബേണിംഗ് സെൻസേഷൻ വരാൻ കാരണമാവാറുണ്ട്, ഇച്ചിങ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു ഫംഗൽ ഡിസ്ചാർജുകൾ ഒരുപക്ഷെ മെൽറ്റായിട്ടുള്ള ചെറിയ രീതിയിലുള്ള വാട്ടറിൻ്റെ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഡിസ്ചാർജ് പുറത്തോട്ട് ഗന്ധത്തോടെ സ്മെല്ലോട് കൂടിയുള്ള ഡിസ്ചാർജ് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് കാൻഡിഡ് V6 ER 100 mg എന്നുള്ളതും. അത് മുമ്പ് പറഞ്ഞു പോയിട്ടുള്ള കാൻഡിഡ് V1 ആണെങ്കിലും V3 ആണെങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്ന V6 ആണെങ്കിലും എല്ലാം പർപ്പസ് ഒന്ന് തന്നെയാണ്. V6 എന്ന് പറയുമ്പോൾ നമുക്ക് 6 ദിവസം ഉപയോഗിക്കണം, V3 എന്ന് പറയുമ്പോൾ 3 ദിവസം ഉപയോഗിക്കണം, V1 എന്ന് പറയുമ്പോൾ 1 ദിവസം ഉപയോഗിക്കണം. ആ കഴിഞ്ഞ് ചെയ്തിട്ടുള്ള വീഡിയോസുടെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാവുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്നുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ കൈകളെല്ലാം വൃത്തിയാക്കി കഴുകി അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസർട്ട് ചെയ്യാൻ പോകുന്ന ഭാഗം, അതായത് യോനിക്കകത്തും നന്നായിട്ട് നല്ല ഏതെങ്കിലും തരത്തിലുള്ള ഇൻറ്റിമേറ്റ് വാഷെല്ലാം ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വീഡിയോയിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നുള്ള ആ സ്പാച്ചുലയിൽ ഒരു ടാബ്ലറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ വീഡിയോയിൽ കാണാവുന്നതാണ്. അതിൻ്റെ ലീഫ്ലെറ്റ് നിങ്ങൾ ടാബ്ലറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ലീഫ്ലെറ്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടത് നമ്മൾ സ്പാച്ചുലയിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ ബെഡിൻ്റെ മുകളിൽ കടന്ന് തുടകൾ ജസ്റ്റ് പൊക്കി പിടിച്ചതിന് ശേഷം അതിനകത്ത് ഇൻസർട്ട് ചെയ്ത് വെക്കുക, യോനിക്കകത്ത് ഇൻസർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ പ്രൊസീജിയർ. സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരുപക്ഷെ ടാബ്ലറ്റ് വാങ്ങിക്കഴിയുമ്പോൾ അതിനകത്തുള്ള ലീഫ്ലെറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഈ പ്രോസസ്സ് ഒരു 3 ദിവസം, അതായത് ഒരു ബോക്സിനകത്ത് 6 ടാബ്ലറ്റാണ് വരുന്നത്. ഈ 6 ടാബ്ലറ്റിനകത്ത് ഒരു 3 ടാബ്ലറ്റ് ഉപയോഗിച്ചിട്ട് യാതൊരുവിധ മാറ്റവും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ഡോക്ടറെ പോയി കാണണം എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒരു 6 ദിവസം നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡോക്ടറെ കാണുക എന്നുള്ളതാണ് വളരെ നല്ലൊരു കാര്യം. പക്ഷേ ലീഫ്ലെറ്റിനകത്ത് പറയുന്നുണ്ട് 3 ദിവസത്തിനകത്ത് യാതൊരുവിധ മാറ്റം കാണുന്നില്ലെങ്കിൽ ഡോക്ടറെ കാണണം എന്നുള്ളത്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 6 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോക്ടറെ പോയി കാണുന്നതാണ് വളരെ ഉചിതം. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് നോക്കാം. അതായത് ഒരു ഇൻസർട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ യോനിക്കകത്ത് അല്ലെങ്കിൽ വജനക്കകത്ത് ഇറിറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വജനൽ ബേണിങ് വരാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബ്ലിസ്റ്റർ, സ്കിൻ പീൽ ചെയ്ത് പോകുന്ന പോലെ തോന്നുക. അതുപോലെ തന്നെ സ്വെല്ലിങ്, നീരിക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഭാഗത്തെല്ലാം ചെറിയ രീതിയിലുള്ള ഒരു ഇറിറ്റേഷൻ എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇത് പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് മദർ, മുലയൂട്ടുന്ന അമ്മമാരിലും ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്കിൽ പോലും 100% ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് നിർബന്ധമാണ്. കാരണം അവർ പ്രഗ്നൻസി എടുത്ത് പറയുകയാണെങ്കിൽ അവരുടെ കറണ്ട് സിറ്റുവേഷൻ നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം വളരെ അനിവാര്യമാണ്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് 30 ഡിഗ്രിക്ക് താഴെയുള്ള സെൽഷ്യസിലാണ്. കുട്ടികൾക്ക് കിട്ടാത്ത സ്ഥലത്ത് തീർച്ചയായിട്ടും സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ പ്രൈസിലോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 45 രൂപ മുതൽ 50 രൂപ വരെയും, നമ്മുടെ ഒരു UAE മാർക്കറ്റിലാണെങ്കിൽ 5 ദിർഹം മുതൽ 6 ദിർഹം വരെയുമാണ് ഇതിൻ്റെ പ്രൈസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്